Hello everyone. See exercise 11.2 question number 4. The diagonal of a quadrilateral shaped field is 24 meter and the perpendiculars dropped on it from the remaining opposite vertices are 8 meter and 13 meter. Find the area of the field. Figure ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു quadrilateral ആണ് അല്ലേ? ഇതൊരു quadrilateral ആണ്. അതിൻ്റെ the perpendiculars അതിൻ്റെ diagonal എന്ന് പറയുന്നത് 24 meter ആണ്. Okay, question it is given that the diagonal is 24 meter and അതിൻ്റെ ഓരോ vertices opposite vertices നിന്ന് വരുന്ന perpendicular lines അത് വരുന്നത് ഒന്ന് 13 മീറ്ററും 8 മീറ്ററും ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാം. So I am giving a name for this quadrilateral A, B, C, D. Okay, നമുക്ക് ഇതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. We have to find its area. So area of quadrilateral ABCD is equal to ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇത് രണ്ട് ട്രയാങ്കിൾസ് ആണ് അല്ലേ? ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കിട്ടും. സോ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD. ഓക്കെ, നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് പ്ലസ് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ട്രയാങ്കിൾ ഇതാണ് ABD. അതിൽ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് 24. ഈ ബേസ് ഈ രണ്ട് ട്രയാങ്കിളിനും കൂടിയിട്ട് കോമൺ ആയിട്ടുള്ളതാണ്. സോ ബേസ് ഇസ് 24 into height is 13 plus next triangle 1/2 into base is same 24 into height is 8 meter which is equal to this 2 and 24 can be cancelled, so 24 becomes 12 into 13 plus ഇവിടെയും ഈ 2ഉം 24ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ 24 എന്ന് പറയുന്നത് 12 ആയി. 12 into 8 which is equal to 12 into 13 is 156 plus 12 into 8 is 96 which is equal to add ചെയ്യുമ്പോൾ നമുക്ക് 252 meter square എന്ന് കിട്ടും. This is the area for this quadrilateral. Our next topic is area of rhombus. റോംബസിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ റോംബസ്? റോംബസ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ. റോംബസ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. 4 സൈഡ്സും 4 കോർണേഴ്സും അതിനുണ്ട്. ആൻഡ് അതിൻ്റെ പ്രത്യേകത എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, റോംബസ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇനി നമുക്കിതിൻ്റെ ഏരിയ നോക്കാം. സി, ദിസ് ഈസ് എ റോംബസ് ABCD. സോ വി ഹാവ് ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് rhombus ABCD is equal to, and we know that ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതൊരു ട്രയാങ്കിൾ ആണ്, ട്രയാങ്കിൾ ADC ആൻഡ് ദിസ് ഇസ് ട്രയാങ്കിൾ ABC. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ കണ്ടിട്ട് അത് ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് റോംബസിൻ്റെ ഏരിയ കിട്ടും. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC plus area of triangle ABC which is equal to triangle area കാണാനുള്ള ഫോർമുല ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് പ്ലസ് ഇത് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടുത്തെ ബേസ് ട്രയാങ്കിൾ ADCയിലെ ബേസ് നോക്കാം. ട്രയാങ്കിൾ ADC ഇതാണ് ട്രയാങ്കിൾ ADC. അതിൻ്റെ ബേസ് വരുന്നത് ഇതാണ് അല്ലേ, AC.
സോ AC ഇൻറ്റു എച്ച്. ട്രയാങ്കിൾ ADCയിലെ എച്ച് വരുന്നത് ഇതാണ്, OD. ഓക്കെ, സോ OD പ്ലസ് ഹാഫ് ഇൻറ്റു നെക്സ്റ്റ് ട്രയാങ്കിൾ ABCയുടെ ബേസ് ഏതാണ്? ഇത് തന്നെ, AC ഇൻറ്റു എച്ച്. ഇവിടുത്തെ ഹൈറ്റ് വരുന്നത് OB. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു AC ഇൻറ്റു OD ആണ് അല്ലേ? അതായത് ഇവിടെ നോക്കൂ, ഈ രണ്ട് എക്സ്പ്രഷനിലും ഹാഫ് ഉണ്ട് അല്ലേ, AC ഉണ്ട്. ഹാഫും ACയും കോമൺ ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഔട്ട് സൈഡ് എടുക്കാം. ഹാഫ് ഇൻറ്റു ACനെ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി ഇവിടെ OD പ്ലസ് ഇവിടെ OB, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു AC OD പ്ലസ് OB. എന്താണ് OD പ്ലസ് OB? OD പ്ലസ് OB എന്ന് പറയുന്നത് എന്താണ്? BD ആണ് അല്ലേ? കണ്ടോ, ഈ ഒരു ഡയഗണലാണ്. So this can be written as BD. That is half into AC into BD. അപ്പോൾ നോക്കുക, AC എന്ന് പറയുന്നത് ഏതാണ്? ഇത്. BD എന്ന് പറയുന്നത് ഇത്. അതായത് ഈ റോംബസിൻ്റെ രണ്ട് ഡയഗണൽസ് ആണ് അല്ലേ? ഈ റോംബസിൻ്റെ രണ്ട് ഡയഗണൽസ് ആണിത്. സോ ഒരു ഡയഗണൽ നമ്മൾ D1 എന്ന് എടുത്താൽ ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 അല്ലേ? രണ്ട് ഡയഗണൽസ്. അപ്പോൾ ഏരിയ ഓഫ് ദ റോംബസ് ഈസ് half into D1 into DT, where D1 and D2 are the diagonals. Okay, so this is the formula for area of the rhombus. Exercise 11.2, question number 5. The diagonals of a rhombus are 7.5 cm and 12 cm. Find its area. ഒരു റോംബസിൻ്റെ രണ്ട് ഡയഗണൽസ് തന്നിട്ടുണ്ട്, 7.5 cm and 12 cm. We have to find its area. So it is given that the diagonal 1, D1 is 7.5 cm and D2 is 12 cm. We have to find the area of the rhombus. And the formula for finding the area of rhombus is half into D1 into D2, which is equal to half into, here D1 7.5 into D2 12, which is equal to, this 2 and 12 can be cancelled, so 12 become here 6. So 7.5 into 6, which is equal to 7.5 into 6 ചെയ്യാൻ വേണ്ടിയിട്ട് 75 into 6 നോക്കാം. 75 into 6 is 450 വരും. ഇവിടെ ഡെസിമൽ പാർട്ട് നോക്കുമ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റേ ഉള്ളൂ, അപ്പോൾ ഇവിടെ പോയിന്റ് വരും. സോ ദ ആൻസർ 45 centimeter square. Question number 6. Find the area of a rhombus whose side is 5 cm and whose altitude is 4.8 cm. റോംബസിൻ്റെ സൈഡും തന്നിട്ടുണ്ട്, ആൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ട്. We have to find its area. If one of its diagonals is 8 cm long, find the length of the other diagonal. അതിൻ്റെ ആ റോംബസിൻ്റെ ഒരു ഡയഗണൽ 8 cm ആണെങ്കിൽ അതിൻ്റെ മറ്റേ ഡയഗണലിൻ്റെ ലെങ്ത് കാണാനാണ്. സോ ഇഫ് ദിസ് ഈസ് ദ റോംബസ്, ഈ റോംബസിൻ്റെ സൈഡ് 5 cm ആണെന്ന് തന്നിട്ടുണ്ട്. വി നോ ദാറ്റ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ല, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ എല്ലാ സൈഡ്സും 5 cm ആണ്, 5 cm. ആൻഡ് ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ് ഈസ് 4.8 cm. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ്, ബേസിലേക്ക് വരുന്ന ആ ഹൈറ്റ്, അതിനാണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് 4.8 cm. വി ഹാവ് ടു ഫൈൻഡ് ദി ഏരിയ. അപ്പോൾ ഏരിയ കാണാനുള്ള ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനദർ ഫോർമുല ഈസ് ഏരിയ ഓഫ് ദ റോംബസ് ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ഏരിയ ഓഫ് ദ റോംബസ് ഇസ് സൈഡ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. അതായത് റോംബസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പാരലലോഗ്രാം അല്ലേ? പാരലലോഗ്രാമിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് റോംബസ്. അപ്പോൾ ഏരിയ ഓഫ് പാരലലോഗ്രാം എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്.
Here also this is the base into height. അതുതന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, സോ ഏരിയ ഓഫ് റോംബസ് ഇസ് സൈഡ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, സോ which is equal to, here the side is 5 into altitude is 4.8, which is equal to, let's multiply 48 into 5. Okay, here 0, 4, 2. Okay, 240, that is point വരും ഇവിടെ. അപ്പോൾ 24 centimeter square. ഇനി നമുക്ക് കാണേണ്ടത്, ഇഫ് വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ ഇസ് 8 സെൻറ്റിമീറ്റർ, അതിൻ്റെ ഒരു ഡയഗണൽ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദി അതർ ഡയഗണൽ. സോ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് D1 is 8 centimeter. We have to find D2. Okay, and we know that area of the rhombus is equal to half into D1 into D2. നമ്മളിപ്പോൾ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഏരിയ ഈസ് 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ഈസ് 24 is equal to half into D1 is 8 centimeter, 8 into D2. That is 24 is equal to, this 2 and 8 can be cancelled and 8 will become here 4. 4 into D2. So this can be written as 4 into D2 is equal to 24. From this we can write D2 is equal to 24 by 4 and it is 6. That is D2 is 6 centimeter. So therefore the length of the other diagonal, is 6 centimeter.